ശ്രീത്ത് ഏട്ടനാണ് ശരിക്കും സ്ഥാനത്ത് വരേണ്ടത്. പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് അനിയനായ ഞാൻ ചെയ്യും. ഏട്ടൻ്റെ മോനും കൂടി ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ മരുവനായിട്ടുള്ള ഒരാളുടെ ഗണേശൻ. എവിടുന്ന ഉണ്ടാക്കുന്ന ഇപ്പോൾ ഉണ്ടാക്കുന്ന കാക്കയങ്ങാട് ഉള്ളിപ്പടി എന്ന് പറഞ്ഞു. ശരിയാണ്. അരി ഇവിടെ കൊണ്ടുവരും അല്ലേ? അവിടെ നിന്ന് ഉണ്ടാക്കി ചൂള വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ബാക്കിയുള്ള പകുതി വേവാക്കിയിട്ട് കൊണ്ടുവരും. ബാക്കി ഇത് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും അത് അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ തറവാട് അങ്ങനെ ശേഷം വ്രതത്തോടു കൂടി നിന്നിട്ട് അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടാക്കുന്നു. പണ്ട് കാലത്ത് ഇവിടെ തന്നെയായിരുന്നു ഉണ്ടാക്കല്. പണ്ട് ഈ വയലിൽ തന്നെ മണ്ണ് കുഴിച്ചെടുത്തായിരുന്നു. മണ്ണ് കിട്ടാനില്ല. മണ്ണിപ്പം വയനാട്, വടകര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വേണം മണ്ണ് കൊണ്ടുവരാൻ. ഇതിന്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട്. ഇതിപ്പോ രാത്രിയോട് കൂടിയിട്ട് അവിടെ എത്തും അല്ലേ? നമ്മൾ രാത്രിയോട് കൂടി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ 2 കിലോമീറ്റർ ഇപ്പുറത്തും ഗണപതിപ്പുറം എന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ചടങ്ങുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മളെ ആരും കാണാൻ പാടില്ല. അതെന്ന് പറയും ആലത്തും കാട് എന്നും പറയും. ശരി. അത് എവിടെയാ? മണത്തനെയല്ല, അത് നമ്മൾ നീണ്ടു നോക്കിയിട്ട്. ശരി. അവിടെ ആളുണ്ടാവോ? അവിടെ ആളുണ്ടാവും? നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അത് ശരിയാ. ഇവിടുന്ന് വിട്ടാ പിന്നെ അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ വസ്ത്രം മാറിയിട്ടല്ലോ, അത് പിന്നെ ആരും കാണാൻ പാടില്ല. ഇങ്ങനെ റോഡുമില്ലല്ലോ. അത് KSEBയും പിന്നെ ദേവസ്വം കൂടി സഹകരിച്ചിട്ട് കംപ്ലീറ്റ് ടൗൺ അടക്കമുള്ള മൊത്തം ലൈറ്റ് ഓഫ് ആ ഏരിയയിൽ. അതെങ്ങനെയാ വെച്ചാൽ അവർ ഓരോ പോർഷനും ബ്രേക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വിടുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നതിന് ഒരാൾ ഓഫാക്കി പോകും, പറകുന്ന ഒരാൾ ഓണാക്കി ഉണ്ടാവും. കാരണം ടൗണും വീടുകളും അല്ലേ, അപ്പോൾ അങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അക്കരെ ആരും ഉണ്ടാവില്ല. എല്ലാവരും ഉള്ളവർ അവിടുത്തെ കയ്യാലും മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ കയ്യാലയിൽ അടച്ചിരിക്കും. പറയുമ്പോൾ നമ്പൂരി മാത്രം. സമർപ്പണം കഴിഞ്ഞ് നമ്മൾ തിരുവഞ്ചെറിയുന്ന പ്രദക്ഷിണം വെച്ച് നമ്മൾ ഉള്ളിൽ കയറി വസ്ത്രം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് വരും. അന്നേരം എത്ര മണിയാവും? ഒരു 10-10:30 പിന്നെ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് പൂജ തുടങ്ങും. കലപൂജൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും. അത് 4-4:30 വരെ വൈകുന്നേരം രാവിലെ പുലർച്ചെ 4:30 വരെ ഭക്തർക്ക് പ്രവേശനമില്ല. അതിൻ്റെ ഇടയിൽ ആൾക്കാർ വരും. നമ്മളവിടെ എത്തി ലൈറ്റെല്ലാം വന്നതിന് ശേഷം നമ്മളെ കൂടെ വരുന്ന ആൾക്കാർ നമ്മളെ വസ്ത്രങ്ങളും കെട്ടുകളും എടുത്തിട്ട് വരുന്ന ആ ഒരു മണിക്കൂർ സമയം അവർ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈം. ആ ടൈമിൽ അത് കഴിഞ്ഞ് അവരെല്ലാവരും എന്ത് ചെയ്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ലൈറ്റ് ഓഫാക്കി ഗേറ്റും അടച്ച് പിന്നെ ആയിരിക്കും പ്രവേശനം. അങ്ങനെ രാവിലെ 5 മണിക്ക് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് കയറുന്നുള്ളൂ. ആരും അവിടുത്തെ സ്റ്റാഫ് പോലും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുന്നിടത്ത് പോലെ 1:30 മുതലേ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഇന്നലെ വരെ താടി ഇനീഷ്യൽ ഉണ്ടായിരുന്നു. ഇവിടെയുള്ളവർക്കല്ലേ ഇവിടെ ആള് വരുന്നത്. ഇവിടെ ഇങ്ങനെ വ്രതം എടുത്തിട്ട് താമസിക്കുന്നുണ്ട്? ഇല്ല അല്ലേ? നമ്മൾ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവർ രാവിലെ വന്ന് ഒരു വെറ്റില കൊടുക്കൽ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതായി. പിന്നെ ഇവർ എഴുന്നള്ളിക്കുന്നവർ നാളെ ഉച്ചയോടുകൂടി അവർ തിരിച്ചു വരും. 12 ആൾക്കാർ തിരിച്ചു വരും. നമ്മൾ 4 പേര് കലശാട്ട് വരെ അവിടെ വരും. ഓരോ ദിവസവും പൂജയുണ്ട്. ഇന്ന് രാത്രി ഒന്ന്, നാളെ രാത്രി ഒന്ന്, മറ്റന്നാൾ 3 ഗൂഢപൂജയും ഒരു കലശ പൂജ. അങ്ങനെ 4 പൂജയും. ചൊവ്വാഴ്ച വൈകുന്നേരം ആണ് കലശ പൂജ കൊടുക്കുക. മറ്റുള്ള ഗൂഢപൂജകൾ രാത്രി 12 മണി തൊട്ടിട്ട് രാവിലെ പുലർച്ചെ 4 അന്നേരം പോയ ആൾക്കാർ അവിടെ നമ്മൾ വേണം. ആ പൂജ നടക്കുന്ന സമയത്തും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. പൂജ ചെയ്യുന്ന നമ്പൂരി തന്ത്രിമാർ, കോഴിക്കോട്ടിൽ നമ്പ്യാരവള്ളി എന്ന 2 തന്ത്രിമാരാണ്. അവർ നമ്മൾ മാത്രമേ ഉണ്ടാവും. വേറെ ആരും അത് കാണാനോ കേൾക്കാനോ പാടില്ല. ആ സമയം അന്നേരം രാത്രിയുള്ള ലൈറ്റ് ഒരു ലൈറ്റും ഇല്ല. വിളക്ക് മാത്രം. തറയുമല്ല ചോതി വിളക്കും പിന്നെ നമ്മുടെ മണിത്തറയിൽ കാണുന്ന വിളക്ക് മാത്രമേ ഉണ്ടാവും. വേറൊരു വിളക്കുമില്ല. കയ്യാലകളിൽ ഓരോ പിന്നെ കാക്ക വിളക്ക് കത്തിച്ചു. അത് മാത്രമേ പാടുള്ളൂ. കയ്യാലയുടെ ഉള്ളിൽ കയ്യാലയിലെ പുറമേ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം കംപ്ലീറ്റ് ആണ്. ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നമ്മൾ ചടങ്ങാണ്. അതായത് ഒരാൾക്ക് ഒരു അരിയിൽ ചോറ് വിളക്കണമെന്ന കണക്ക് അങ്ങനത്തെ ആചാരമാണ്. അതിന് കണക്കായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. ഈ 12 പേരും നമ്മൾ 4 പേരും 16 പേര് നമ്മൾ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഓരോ കുടുക്കയിലാണ് ചോറ് നിറച്ചിട്ട് കുടുക്കയിലാണ് വിളമ്പ്. അങ്ങനെ വിളമ്പി കഴിഞ്ഞാൽ ആ ഉപയോഗിച്ച കുടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ പൊട്ടിച്ചാൽ അത് വിളമ്പി എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞാൽ അന്നേരം കാരണം അവർക്കൊരു നിയോഗം വരുന്ന പോലെ തോന്നി. അവർ കഴിഞ്ഞിട്ട് വെപ്രാളായിരിക്കും. ഒന്നിങ്ങനെ എല്ലാവർക്കും തീർത്ഥം കൊടുത്ത് ഇന്ന് ഇരുന്ന് കൈ ഇങ്ങനെ കുത്തും. പാനകം മാത്രം കഴിക്കും. അതോരോ ചിരട്ടയിലെ കഴിക്കുള്ളൂ. പാത്രം നമ്മൾ പിന്നെ പാത്രങ്ങളൊന്നും വെക്കും. അവർക്ക് ചിരട്ടയാണ്.
12 ആൾക്കാർക്ക് ചിരട്ട. 12 ആള് ഇത് കൃത്യമായിട്ട് 12 ആൾ വേണമെന്നാണ് എഴുന്നള്ളിക്കുന്നത്. ശരി. അത് 2 പാനിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് 2 കാരണന്മാർ. അവർക്ക് 18 വീതം കലമുണ്ടാവും, മറ്റുള്ളവർക്ക് 12 വീതം കലം. അങ്ങനെ 156 കലം എഴുന്നള്ളിക്കും. ഒരാൾക്ക് 2 പേർക്ക് മാത്രം 18. അത് കാരണന്മാർ, അതിന് പറയും പാനിക്കെട്ട്. ബാക്കിയുള്ളവർക്ക് 12 കലം വെച്ചിട്ട് അങ്ങനെ 156 കലം എഴുന്നള്ളിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല. കറി വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു, പച്ചക്കായി, വെള്ളരിക്ക, പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, ഉണക്കമുളകും മാത്രം, വേറെ മസാലകളൊന്നുമില്ല. ഉപ്പ്, കല്ലുപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിക്കും. അതുപോലെ ഈ പാനകം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേന്, തേങ്ങാപ്പാൽ, പിന്നെ തേങ്ങേൻ്റെ വെള്ളം, വെള്ളം, ഇത്രയും സാധനം ഉപയോഗിച്ചിട്ടാണ് ആ പാനകം ഉണ്ടാകുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റുന്നു പോകും. പക്ഷെ ഇവിടുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ എനർജി. പിന്നെ രാവിലെ ഇവിടെ എല്ലാവരും വന്നു, ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുന്നവരായിരിക്കും ഒരു ഭക്ഷണമില്ല, കഴിക്കുന്നൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് വിട്ടാൽ തന്നെ നമ്മൾ 5:30-6 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം കുട്ടികളുടെ അടുത്ത് എത്തും. സ്റ്റോപ്പില്ലാത്തുള്ള പോക്കാം. 2-3 സ്ഥലത്ത് ചെറിയ ചടങ്ങുകൾ. കാക്കയങ്ങാട് കൊക്കക്കാവുന്നത് നമ്മളെ ബാറിൽ, ആ ബാറിൻ്റെ ടേണിങ്ങില്ല, അവിടെ ഒരു സ്ഥാനം പണ്ട് കാലത്തുള്ളൊരു എന്തോ ഒരു കാവിൻ്റെ സ്ഥാനമുണ്ട്. അപ്പം അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പം അവിടുന്ന് പോലെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഇവിടുന്ന് ഓങ്കാരം വിട്ടിട്ട് സ്വരം മാറ്റും. ഓരോ സ്ഥാനത്ത് ഒരു എത്തുമ്പോൾ അതിൻ്റെതായ ചടങ്ങുണ്ട്. അതങ്ങനെ ചെയ്ത് പിന്നെ കൊട്ടിയൂര് ഇക്കര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പോലെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ടേ ആയിരിക്കും. ഭയങ്കര ഭീകരം. ആ സൗണ്ട് നമുക്ക് ആൾക്കാരെല്ലാം സൈലൻ്റായി നിൽക്കുന്നുള്ള ഇതായല്ലോ. അതിന് മുമ്പിൽ ആരുണ്ടെങ്കിലും എടുത്തെറിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആരും പരിഭവം പറയും, കാണാൻ പാടില്ല. അതുകൊണ്ടായിരുന്നു ഇപ്പൊ ജനങ്ങളിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മുഴുവൻ ജനങ്ങളായിട്ട് ഇങ്ങനെ അറിയും. പണ്ട് കാലത്തൊന്നും ഞാനിപ്പോൾ 17ാമത്തെ വർഷം അച്ഛൻ മരിച്ചു. 17 വർഷത്തിനിടയിൽ നമ്മൾ ആദ്യത്തെ കൊല്ലം പോകുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവില്ല. റോഡ് മേലെ ആരും നിൽക്കാൻ പറ്റില്ല, ഒരു വണ്ടി പോലും വെക്കാൻ പറ്റില്ല. പോലീസുകാർ ഇങ്ങനെ നീണ്ടു നോക്കിയ പോലെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇതാക്കി തരും. പക്ഷെ ഇപ്പം നിറയെ വണ്ടി ഒന്നും പറയാൻ കഴിയില്ല. ആരോട് പറയാം. നല്ല ലൈറ്റ് ആണ് ആരും ടോർച്ച് മൊബൈൽ വരെ ഉണക്കാൻ വിടില്ല. മൊബൈൽ വരെ ഉണക്കുമ്പോഴത്തേക്ക് വണ്ടി ദിവസം ആൾക്കാർ വെച്ചപ്പെടാക്കും. ഫോട്ടോ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ഇതെല്ലാം ഒന്നും അവരുടെ ഒരു യാന്ത്രികമായിട്ട് അങ്ങ് എത്തലാണ്. ആരെയും ആരോഗ്യമോ കഴിവോ ഒന്നുമല്ല. അത് നമുക്കെല്ലാം ഒരുപാട് മനസ്സിലായി. ഇത്രയും ദൂരം നടക്കുന്നില്ല, ഒന്നുമില്ല. ഭക്ഷണവും ഇല്ല, സാധനം കഴിക്കുന്നില്ല. രാവിലെ വീട്ടിൽ ഇല്ല, ഒന്നുമില്ല. കുളിച്ച് നേരിയുടെ വന്നു കഴിഞ്ഞാൽ തുടങ്ങി ഈ പാനകത്തിന്റെ ആ പാനകം ഒരു ചിരട്ടയെ പിടിക്കുന്നുള്ളൂ. ഒരവർക്ക് അതില് ഒരു ഗ്ലാസിന്റെ അത്ര ഒരു ഗ്ലാസ് ഉണ്ടാവില്ല, ചിരട്ടയെ കൊള്ളുന്നതാണ്. രാത്രി നമ്മളവിടെ ഇതൊരു 10 മണിക്ക് ശേഷം നമുക്ക് ഭക്ഷണം അവിടെ നല്ല ഗംഭീരമായ സദ്യ ഉണ്ടാവും. പായസടക്കമുള്ള സദ്യ ഇറക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ പോയി ഇരുന്ന് കഴിക്കുകയും കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ കലം സമർപ്പിക്കുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസത്തേക്ക് കലം കൊടുക്കണം. അല്ലാതെ മൊത്തം കൊണ്ടുപോയിട്ട് ഒരു ദിവസം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇത്ര എണ്ണം നട്ട് ഓരോ പൂജക്കുള്ളത് നമ്മൾ എടുത്തിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ 4 പേരാണ് നിൽക്കേണ്ടത് ഓരോ ദിവസം. പകല് നമ്മൾ ഫുള്ള് ഫ്രീയാണ്. രാത്രിയാകുമ്പോൾ പിന്നെ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് നിവേദ്യമായിട്ടും കറിയായിട്ടും എല്ലാം അവിടെ നിന്ന് കിട്ടും. വേണമെങ്കിൽ വെച്ചുണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഈ മഠത്തിന്റെ ഈ സ്ഥലം വയലും കര മഠം എന്ന് പറയും. വയലും കര കല എഴുന്നള്ളിപ്പ് മഠം. പക്ഷെ പണ്ടെല്ലാം വെറും പോലെ കിട്ടിയില്ല. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ ബില്ലിലാക്കി മരത്തിൻ്റെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് പിന്നെ ഇവിടെ അങ്ങനെ ആർഭാടായിട്ട് ആക്കാനും പാടില്ല. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് തേച്ച് മിനിക്കാനും പറ്റൂല. കാരണം ഇതൊരു ശിവഭൂതഗണങ്ങളെ ഒരു സങ്കല്പമാണ്. അപ്പൊ പെട്ടെന്നൊരു ഉൾവിളി വന്നിട്ട് ഇവിടുന്ന് ഉറക്കത്ത് എഴുതിയിട്ട് ഓടുന്ന ഒരു ചടങ്ങായത്. മനസ്സിലായില്ലേ? ദക്ഷ്യയാഗം മുടങ്ങി ആ ഒരു സങ്കല്പത്തിൽ അന്നേരം ഒരു വെപ്രാളം വന്നിട്ട് എടുത്ത് ഓടുന്ന ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്ത് കൂടുതൽ നമുക്ക് ആർഭാടായിട്ട് ഒന്നും ആക്കാനാവില്ല. പിന്നെ ദേവസ്വത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവർ വന്ന് എഞ്ചിനീയറും കാരണം വന്ന് എല്ലാം നോക്കിയിട്ടെല്ലാം പോയിട്ടുണ്ട്. അവിടെ കുളങ്കിലും ഒന്ന് കെട്ടിത്താൽ അതെല്ലാം ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ചെയ്തുതരാമെന്ന് പറഞ്ഞു. കെട്ടി വൃത്തിയാക്കണം. ഈ ബാർബർ ഇവര് അത് നാസിൻ എന്ന് പറയുന്ന നാസിൻ അവരുടെ സമുദായം തന്നെയാണ്. ഇവരാണ് വരേണ്ടത്. പണ്ട് കാലം പോലെ ഓരോ അച്ഛനടക്കം വന്ന് എനിക്ക് ഇവരുടെ കാലശേഷം എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇപ്പം ആ സമുദായങ്ങളെല്ലാം സ്പ്ലിറ്റായി. അപ്പൊ ഇനിയിപ്പോ ഓരോ എങ്ങനെയാണെന്ന് അറിയില്ല. ഓരോരുത്തർക്കും അങ്ങനെ
പിന്നെ ഇതാ പൊളിക്കുന്ന നാര്, കവിള് നാര്. 3-4 ദിവസം നടന്നിട്ട് ആ സാധനം കിട്ടി. പക്ഷെ നമ്മൾ ഒരു പറമ്പിലും ആ സാധനം കാണാനില്ല. മറ്റേ കാടായിരുന്നു, ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു. അതുപോലെ ഈ പിരിയോലയിൽ ഞാൻ പറഞ്ഞില്ല, നമ്പൂരിന്റെ പറമ്പ് തൂയിട്ട് കുത്തിക്കൊണ്ടുവരുമ്പോൾ അയാളെപ്പോഴും പറഞ്ഞു എല്ലാ കാലവും ഇവിടെ ഉണ്ടാവണമെന്നില്ല, ഞാനുള്ളിടത്തുണ്ടെങ്കിൽ ഉണ്ടാവും. എൻ്റെ കാലശേഷം എൻ്റെ മക്കൾ ചിലപ്പോൾ ഇത് വെക്കണമെന്നൊന്നുമില്ല, അതുകൊണ്ട് നിന്റെ പറമ്പിൽ കൊണ്ട് നട്ട് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സഞ്ചി നിറയെ കുരു തന്നില്ല. എന്നിട്ട് ആ കുരു ഞാൻ ഈ പറമ്പ് നിറയെ കയറിയിട്ടാണ് ഇത്രയും സാധനം പൊടിച്ച് കിട്ടിയത്. മൊത്തം ഞാൻ അറിയാം, അതിൽ കുറച്ച് പൊടിച്ചിട്ട്. പിന്നെ കുറേ പേര് തൈ കണ്ടിട്ട് പൊരിച്ചു കൊടുപ്പിക്കും. പിന്നെ ആരും ചോദിക്കാനോ ചോദിക്കില്ലല്ലോ. പിന്നെ തിരികെ കിട്ടുന്ന വട്ടപ്പുര എന്ന് പറയുന്ന സാധനം പൂവുണ്ടാകുന്നത്. അത് ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. ആവശ്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ സാധനം ഉണ്ടാവും. അതിനെ കൊണ്ട് മാത്രമേ കിട്ടും. അതിനെ കൊണ്ട് മാത്രമേ കിട്ടും. അതെന്ന് വെച്ചാൽ ആ സാധനം നല്ല ചൂടാണ്. പണ്ട് കാലത്ത് ഈ മഴക്കാലത്ത് നിറച്ച് പോകുമ്പോൾ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇതെല്ലാം. അതായത് ആ തിരികെ നമുക്ക് തലക്ക് വെച്ച് നല്ല ചൂട് കിട്ടും തലക്ക്. അപ്പം നമ്മൾ എത്ര വലിയ മഴ കൊണ്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യില്ല, ശരീരം തണുക്കൂല. അതിന് ശരിക്ക് മഴ പെയ്യേണ്ടതല്ലേ അല്ലേ? ഇതിപ്പോ നിങ്ങൾ എത്ര വർഷമായി നിങ്ങൾ പോകാൻ തുടങ്ങിയത്? ഞാനിപ്പോ 17 വർഷം. അപ്പൊ അച്ഛൻ വെച്ചതിന് ശേഷം 17ാമത്തെ വർഷമായി. അതായത് ഈ 12 പേരെ കൂടാതെ 4 പേര്. ശരി. സ്ഥാനികൻ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുന്നു. നല്ലൂരമ്മാറ എല്ലാവരും സ്ഥാനികൻ എന്ന് പറഞ്ഞ ഒരാൾ അത് നമ്മളെ തറവാട്ടിൽ. അപ്പോൾ അപ്പന് ശേഷം അച്ഛൻ വന്നു. അച്ഛന് ശേഷം ഇപ്പോൾ ഏട്ടനാ വരുന്നത്. ഏട്ടനകത്തോട്ട് ഞാൻ നിൽക്കുന്നു. പണ്ടൊന്നും ഇതുപോലെ ആൾക്കാർ കൂടുതൽ സ്ഥലമില്ലായിരുന്നു. ഈ 12 ആളെ വീട്ടിൽ നിന്ന് ഓരോരുത്തർ വരും. അതുപോലെ നമ്മളെ വീട്ടിൽ നിന്ന് ആളുണ്ടാവും. ഞാൻ ഇപ്പോൾ മുസ്ലിം ഏരിയയാണ്. അതൊന്നും ആരും ഇങ്ങോട്ടേക്ക് നോക്കുക കൂടിയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബസ് ആൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ യൂട്യൂബിലും മറ്റുള്ള പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് എന്തായി എല്ലാ സ്ഥലത്തും പബ്ലിസിറ്റി ആയി. അതുകൊണ്ട് നമുക്കുള്ള ദോഷം ഈ ആൾക്കാരുടെ വരുമ്പോൾ നമ്മളെ മടവും പരിസരം ഒരു വൃത്തിയിലായത്. ഇത് നമുക്ക് അവർ ഉദ്ദേശിക്കുന്ന പോലെ ചെയ്യാനും പാടില്ല. അല്ല, ഇത് മറ്റുള്ള പുതിയ ആൾക്കാർക്ക് ഇതെന്ന വൃത്തിയാക്കാതെ ഇതെന്ന വാർത്ത തരാതെ നമ്മൾ അങ്ങനെ പറയും. ഇതൊന്നും അറിയുന്നില്ല. ശരി എന്നാലും. ഓക്കെ.